ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥിയെ കൊടുത്തത് ഞങ്ങളല്ല, CPM ആണ്. ഈ ഭരണത്തിലും MLA-യുടെ പ്രവർത്തനങ്ങളിലും നിരാശരാണ്. LDF-ന് വലിയ തിരിച്ചടിയാണ്. അത് അവരെ ദോഷകരമായി ബാധിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വർക്കല. ഇപ്പോൾ വർക്കലയിലെ UDF സ്ഥാനാർത്ഥി വർക്കല കഹാർ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. തീർച്ചയായും പൂർണ്ണ വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് നമുക്ക് അനുകൂലമായി കാണുന്നത്. അത് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സ്ഥാനാർത്ഥിയും വല്ലാത്ത അങ്കലാപ്പിലാണ്. സിറ്റിംഗ് MLA ആണ് മത്സരിക്കുന്നത്. MLA-യുടെ ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുക? MLA-യുടെ പ്രവർത്തനത്തെ CPM കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും 3 തവണത്തെ UDF-ൻ്റെ ഭരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല പോരായ്മകളും ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് കുടിവെള്ളം അതിരൂക്ഷമാണ്. കുടിവെള്ള പ്രശ്നം, അങ്ങനെ ആ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പോലും MLA-ക്കോ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ തന്നെ ഈ ഭരണത്തിലും MLA-യുടെ പ്രവർത്തനങ്ങളിലും നിരാശരാണ്. എല്ലാം കൊണ്ടും LDF-ന് കഷ്ടകാലമായി ഞങ്ങൾക്ക് തോന്നുകയാണ്. നേരത്തെ തുടർച്ചയായി BDJS-നുള്ള സീറ്റായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ സീറ്റ് BJP ഏറ്റെടുത്തു. അപ്പോൾ BJP-യുടെ വരവ് ഏതെങ്കിലും തരത്തിൽ മത്സരത്തെ ബാധിക്കും? ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും CPM-ൻ്റെ നേതാവും CPM ഏരിയ കമ്മിറ്റി മെമ്പറും CPM ഏരിയ കമ്മിറ്റി മെമ്പറുമായ സ്മിത സുന്ദരേശൻ CPM-ലുള്ള കുറച്ച് സഹപ്രവർത്തകരുമായി BJP-യുടെ സ്ഥാനാർത്ഥിയായി മാറിയ സാഹചര്യം തീർച്ചയായും LDF-ന് വലിയ തിരിച്ചടിയാണ്. അത് അവരെ ദോഷകരമായി ബാധിക്കുക തന്നെ ചെയ്യും. മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണോ? മത്സരം ഇന്ന് UDF-ഉം BJP-യും തമ്മിലായി. LDF 3-ാം സ്ഥാനത്തായി മാറിയിരിക്കുന്നു. ജോയ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ BJP വോട്ടുകൾ ഈ കോൺഗ്രസിന് മറിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു BJP-യും കോൺഗ്രസും തമ്മിലൊരു ഡീല് വർക്കലയിൽ നടക്കുന്നുണ്ടെന്നാണ്. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരാക്ഷേപമാണ്. BJP-ക്ക് സ്ഥാനാർത്ഥിയെ കൊടുത്തത് ഞങ്ങളല്ല, CPM ആണ്. BJP-ക്ക് സ്ഥാനാർത്ഥിയെ LDF-ൻ്റെ CPM-ൻ്റെ ഒരു നേതാവിനെ കൊടുത്തത് CPM-കാരാണ്, അല്ലാതെ ഞങ്ങളല്ല. എന്നിട്ട് ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് വളരെ പരിഹാസ്യമാണ്. അതാണ് വർക്കല മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വർക്കല കഹാർ. ഈ വർക്കലയിൽ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. LDF ഇത്തവണ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നുള്ള പ്രതികരണമാണ് വർക്കല കഹാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.